പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ MBC റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ രഹസ്യ നിരീക്ഷണ ഫെസിലിറ്റികൾ, ഇതിനെല്ലാം ഇറാൻ ശക്തമായി ആക്രമിച്ചിരിക്കുന്നു. ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടായത് എന്നാണ്. പക്ഷേ അതല്ല പ്രശ്നം. നഷ്ടം സംഭവിച്ചു എന്ന് ശരിയാണ്, പക്ഷെ ഇനി ഇറാനുമായി ഏറ്റുമുട്ടാനുള്ള ഒരു ശക്തി അമേരിക്കക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇറാന്റെ മിസൈലും ഡ്രോൺ സ്ട്രൈക്കുകളും ബില്യൺ കണക്കിന് ഡോളറാണ് അത് മുഖേന അമേരിക്കക്ക് നഷ്ടമായിട്ടുള്ളത്. പക്ഷെ അതിലേറെ പ്രധാനപ്പെട്ട് ഡാമേജ് ടു US ഇന്റലിജൻസ് സൈറ്റ്സ് ആൻഡ് സർവൈലൻസ് എക്യുപ്മെന്റ് അക്രോസ് ദി മിഡിൽ ഈസ്റ്റിലെമ്പാടുമുള്ള അമേരിക്കയുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾ, നമുക്കറിയാം വലിയ റഡാർ സ്റ്റേഷനുകൾ, മിഡിൽ ഈസ്റ്റ് മൊത്തം നിരീക്ഷിക്കാൻ പറ്റിയ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച നിരീക്ഷണ സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ റീതിങ്കിങ് ഹൗ സെൻസിറ്റീവ് ഫെസിലിറ്റീസ് ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ്. അമേരിക്കയുടെ ഏറ്റവും സെൻസിറ്റീവായ കാര്യങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഇപ്പോൾ പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ, അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് ട്രംപ് കടക്കാതെ ഇനി ഫിനാൻഷ്യൽ വാറിലേക്ക് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇനി നടക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത്. നമുക്കറിയാം, ഈ വെടിനിർത്തലിന് ശേഷവും ചില പ്രധാനപ്പെട്ട ഇറാന്റെ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചിരുന്നു. പക്ഷെ ആ ആക്രമണങ്ങൾക്ക് ഇരട്ടി പ്രഹരമാണ് അമേരിക്കക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്രമണത്തിന് പോലും ഇപ്പോൾ ട്രംപ് തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ട്രംപിന് ഉറക്കത്തിൽ പോലും ഇറാൻ എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇറാൻ എന്നത് ഒരു വലിയ ഭൂതമായി ട്രംപിന്റെ മുന്നിൽ അവശേഷിക്കുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ ഈ ഉപരോധം പോലും പിൻവലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഒന്ന് തുറന്നാൽ മതി എന്നതാണ് ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഒമാനിനെ ആക്രമിക്കും, അതായത് ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ അമേരിക്കൻ നേതൃത്വം ഊർജ പ്രതിസന്ധി ഇല്ല എന്നൊക്കെ ഉപരിവിപ്ലവത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വസ്തുത അതല്ല എന്ന് ലോകത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത് അമേരിക്കയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒമാനെ ശക്തമായി ഭീഷണിപ്പെടുത്തുകയാണ്. ഒമാനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തു കൂടെ കപ്പലുകൾക്ക് സർവീസ് ചെയ്യാൻ ഒമാൻ അനുവദിക്കണം. എന്നാൽ ഒരു നിയമപരമായ സാധ്യതയെങ്കിലും അവിടെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ IRGC ഇറാൻ പറയുന്നത് ഒമാന് നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ അതൊരു സൈനിക പ്രതിസന്ധി, ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമെന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഹോർമുസ് എന്നതൊക്കെ ഒരു ഭൂതമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് ട്രംപ് ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ മധ്യവർത്തിയായി വീണ്ടും ചർച്ചകൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാത്ത കാലത്തോളം ഇനി ഒരു പുതിയ ചർച്ചയ്ക്ക് ഇല്ല എന്നാണ്. ഏത് ചർച്ചയുമാകാം, പക്ഷെ നിലവിലെ ആ ഒരു ധാരണാപത്രം, അതിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ അമേരിക്ക പാലിച്ചാൽ മാത്രമേ ഞങ്ങൾ ചർച്ചക്കൊള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ വീണ്ടും വീണ്ടും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. യഥാർത്ഥത്തിൽ ഈ യുദ്ധം വേണ്ടില്ലായിരുന്നു എന്നിടത്തേക്ക് ട്രംപിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്.